ഗൗസുലാദമിനെ വർണ്ണിച്ചുകൊണ്ട് പൂർവിക കവികളെഴുതിയ ഗൗസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് തുടങ്ങുന്ന ഒരു സൂഫി സംഗീതത്തിന്റെ ടച്ചുള്ള ഒരു പാട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിറിയ ബഗ്ദാദി പരതന്തരുൾ എന്നിൽ സൗരസംബരമതി സകുല സഗുണമാണി സദത് മദദിനിത് വഹുസ് മുഖിയതി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി ജിലാനിലുദിത്ത് ജഗമംഗം പ്രവഹിത്ത് ജാലകൾ ഹിദായത്തിൽ കിരണങ്ങൾ ഉതിർത്ത് ജിലാനിലുദിത്ത് ജഗമെങ്കും പ്രവഹിത്ത് ജ്വാലകൾ ഹിദായത്തിൻ കിരണങ്ങൾ ഉതിർത്ത് നാട്യ ശക്ത ഭക്ത മുക്ത ശക്ത സത്യത്താലെ കൊടുമുടിയുണ്ടാകുന്നം മുന്തിമികെ നിറന്തര അന്തിര ചന്ദ്ര സുന്ദരരാഗ്യ വൗസ് മുഖിയതി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി പരതന്തരുൾ എന്നിൽ സൗര്യസംബരമതി സകുല സഗുണമാണി സദത് മദദിനിത് വഹുസ് മുഖിയതി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി ജലതിയിൽ മാറിന്തുള്ള സഫീനത്തും ജന്നത്തെ ജലജന്തുക്കൾ കുജിത്ത പിറകൈത വീളിത്തേ ജലതിയിൽ മാറിന്തുള്ള സഫീനത്തും ജന്നത്തെ ജലജന്തുക്കൾ കുജിത്ത പിറകൈത വീളിത്തേ റൂഹോടും നിച്ചുള്ളൊരു ശക്ത മുക്ത ശക്ത സത്യത്താലെ കൊടുമുടിയും മുന്തിമികെ നിറന്തര അന്തിര ചന്ദ്ര സുന്ദരരാഗ്യ വൗസ് മുഖിയതി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി പരതന്തരുൾ എന്നിൽ സൗര്യസംബരമതി സകുല സഗുണമാണി സദത് മദദിനിത് വൗസ് മുഖിയതി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി മുൽക്കി ഭരിക്കും മന്നം സാജീവർക്കും മറ്റും ബഹു മാന്യർകൾക്കാകെ മഹാവീരം നോട്ടിയ അബുവിന്റെ മുൽക്ക് ഭരിക്കും മന്നൻ സജീവർക്കും മറ്റും ബഹു മാന്യർകൾക്കാകെ മഹാവീരൻ നോട്ടിയ അബുവിന്റെ മാനക്കേടാകെ മായിച്ചുള്ളൊരു ശക്ത മുക്ത ശക്ത സത്യത്താലെ കൊടുമുടിയുണ്ടാകുന്നം മുന്തിമികെ നിറന്തര അന്തിര ചന്ദ്ര സുന്ദരരാഗ്യ വൗസ് മുഖിയതി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി പരതന്തരുൾ എന്നിൽ സൗര്യസംബരമതി സകുല സഗുണമാണി സദത് മദദിനിത് വൗസ് മുഖിയതി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി പരതന്തരുൾ എന്നിൽ സൗര്യസംബരമതി സകുല സഗുണമാണി സദത് മദദിനിത് വൗസ് മുഖിയതി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിറിയ ഷാഹ് ബഗ്ദാദി പൂർവിക കവികൾ രചിച്ചതാണ്. ഇത് ഒരു കാലത്ത് സാഹിത്യോത്സവിലൂടെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഒരു 3 തവണത്തോളം ഇയാള് സാഹിത്യോത്സവില് ഈ പാട്ട് മാത്രം പാടിയിട്ട്
ഇവരൊരു സഖ്യുണ്ട്, സയദ് ഹാനിഷി ഹിഷാം എന്നുള്ള കാപ്പാട്ട സഖ്യ. അവര് ഒരുപാട് തവണ വാങ്ങിയിട്ടുണ്ട്. അന്ന് ഈ കോലത്തിലല്ല കണ്ടിട്ടുണ്ടായ, കുറച്ചുകൂടി ഇപ്പൊ ആള് മാറി. ആ സാഹിത്യോത്സവത്തിലൂടെ കാലെടുത്ത് വെച്ചപ്പോ ഇപ്പോ ഉയർന്ന ബോസിലെത്തി. ഞാൻ എപ്പോഴും പറഞ്ഞു അതുകൊണ്ട് കിട്ടിയതാ. ഇപ്പൊ ഫറൂഖ് കോളേജിലെ ഫൈൻ ആർട്സ് സെക്രട്ടറിയാ, വലിയ നിലയില്ല. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മറ്റൊന്നിലേക്ക് കിടക്കാം, ഒരു ഇശയിലൂടെ. അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ദഫിന്റെ തനത് രൂപം അഥവാ ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു തആല സിറോലദി. ഇത് കഴിഞ്ഞാൽ റബീഉൽ ആഖിർ കഴിഞ്ഞാൽ ജമാഅത്തുൽ അവ്വലാണ് വരുന്നത്. ജമാഅത്തുൽ അവ്വലും ഇവിടെ വന്നിട്ട് ഒരു ദഫ് മുട്ട എന്നുള്ളത് നടക്കുന്നതല്ല. അതിന് മുന്നോടിയായിട്ട് ഇൻഷാ അല്ലാഹ് റബീഉൽ ആഖിറിൽ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അത് സമർപ്പിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഒരു ഗാനം ഞാൻ പാടുന്നത് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതരിൽ പ്രാർത്ഥന ചൊരിഞ്ഞുകൊണ്ടുള്ള ഒരു ഗാനമാണ്. അഥവാ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് താജുൽ ഉലമ ഉള്ളാളം തങ്ങൾ എന്നിവരെ വർണ്ണിച്ചുകൊണ്ട് അത് രചിക്കാനുണ്ടായൊരു കാരണം, ഈയിടെ ഉസ്താദിന്റെ കൂടെ ഒരു മൗലൂദിൽ പങ്കെടുക്കാൻ സാധിച്ചു. AP ബാബാജിന്റെ വീട്ടില് ചാലിയ മൗലൂദിൽ ഞാൻ പുറമെ ഒരു സൈഡിലേക്ക് ഇരുന്നപ്പോ എന്നെ പകര ഉസ്താദ് വിളിച്ചു വേദിയിലേക്കാണ്. പകര ഉസ്താദിന്റെ കുട്ടികള് ഞങ്ങളൊക്കെ കൂടിയിട്ട് മൗലൂദ് നടത്തുന്നതിൽ അന്ന് പരീക്ഷ ആയതുകൊണ്ട് കാപ്പാട്ട കുട്ടികളെ ദഫ് ഉണ്ടായിരുന്നില്ല. പകരം മർക്കസിലെ കുട്ടികൾ ദഫ് കളിച്ചു. അപ്പോ മൗലൂദ് അഷ്റഖൽ ബദ്രു അലൈന തുടങ്ങിയപ്പോ ഉസ്താദ് പറഞ്ഞു കുട്ടികളൊക്കെ ദഫിന്റെ കുട്ടികൾ അങ്ങോട്ട് വരണം പറഞ്ഞു. അങ്ങനെ മുന്നിൽ നിന്ന് അപ്പൊ ഞങ്ങളൊരു ഈണെടുത്തപ്പോ താളം തെറ്റി കുട്ടികളോട്. കാരണം ഞങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തപ്പോ ഉസ്താദ് കൈകൊണ്ട് അതിന്റെ താളം കാണിച്ചു കൊടുത്തു. ഞാനപ്പോ മനസ്സിലാക്കി തിരിച്ചു യാത്രയിൽ ഇങ്ങനെ ചിന്തിച്ചു, പഠിച്ചവനെ എല്ലാ മേഖലയിലും പഠിച്ചവര് ഒരാൾക്ക് കൈകൊടുക്കാന്നുള്ളത്, താളത്തിലും അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അപ്പൊ എനിക്ക് തോന്നി, ഞാൻ വീട്ടിൽ വന്നു ഒരു 2 വരി എഴുതി. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, വളരെ ലാംഗ്വേജ് വളരെ താഴ്ന്നതാണ്, എന്നാലും പ്രാർത്ഥന ചൊരിഞ്ഞു. യാ റബ്ബി നിന്നിലായി ഓതുന്നു ഞങ്ങൾ ആഫിയത്തേകിടണേ, സുന്നി പണ്ഡിതരിലേക്കിടണേ. സുന്ദരമം നേതാക്കൾ സുന്നത്ത് ജമാഅത്തിൽ ആദർശ പണ്ഡിതരിൽ റബ്ബേ ആഫിയത്തേകിടണേ. യാ റബ്ബി നിന്നിലായി ഓതുന്നു ഞങ്ങൾ ആഫിയത്തേകിടണേ, സുന്നി പണ്ഡിതരിലേക്കിടണേ. സുന്ദരമം നേതാക്കൾ സുന്നത്ത് ജമാഅത്തിൽ ആദർശ പണ്ഡിതരിൽ റബ്ബേ